അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ ആ നാടിൻ്റെ നാനാഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റിനെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. ഇത് രാജവാഴ്ചയുടെ കാലമല്ല എന്ന് ഡൊണാൾഡ് ട്രംപിനെയും മറ്റ് അധികാരികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളെക്കുറിച്ച് ഒരുപാട് എല്ലാവർക്കും അറിയാം. സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം സ്വീകരിക്കുന്ന പല നയങ്ങളും അവിടുത്തെ ജനങ്ങളെപ്പോലും വല്ലാതെ നോവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സമരം. നേരത്തെയും ഈ സമരത്തിൻ്റെ ലക്ഷ്യം 2024 ഈ സമരത്തിൻ്റെ തുടക്കം പല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴാണ് അത് തെരുവിലെത്തുകയും കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇത് ഇടത് തീവ്രവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നതെങ്കിൽ തന്നെയും ഇതിന് വലിയ പിന്തുണ അമേരിക്കയിൽ ഒന്നാകെ കൈവന്നുകൊണ്ടിരിക്കുകയാണ്. ദാവസാബ്, എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഇങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങാനുണ്ടായ ഒരു കാരണം? ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഇത് ആദ്യത്തെ തവണയല്ല. ഇപ്പോൾ ഈ നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം അത് ഒരു എന്താ പറയുക ഒരു ലൂസ് ഓൺലൈൻ കൂട്ടായ്മയാണത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകൾ ആശയങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് നടത്തിയിട്ട് ആളുകൾ തെരുവിലേക്ക് വരികയാണ്. ഇത് ജൂണിൽ ഇതേമാതിരി ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്, നോക്കിങ്സ് പ്രൊട്ടസ്റ്റ് എന്നുണ്ട്. അന്ന് അമേരിക്കൻ ആർമിയുടെ 250ാം വാർഷിക ദിനത്തിൽ വലിയ പരിപാടികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. അതേ ദിവസം തന്നെയാണ് ഈ നോക്കിങ്സ് നെറ്റ്വർക്കും പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അന്ന് 2100 കേന്ദ്രങ്ങളിലാണ് പ്രൊട്ടസ്റ്റ് നടന്നത്. മൊത്തം 5 മില്യനും 6 മില്യനും ഇടയിൽ ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷേ 60 ലക്ഷം മനുഷ്യർ ഒരു ദിവസം തെരുവിലിറങ്ങിയെന്നാണ്. ശനിയാഴ്ച നടന്നിട്ടുള്ളത് അതിനേക്കാൾ മികച്ച സംഘാടനത്തോടുകൂടി, മികച്ച പാർട്ടിസിപ്പേഷനോടുകൂടി 2700 കേന്ദ്രങ്ങളിൽ 7 മില്യനും 8 മില്യനും ഇടയിൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള മാസ് പാർട്ടിസിപ്പേഷൻ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ്. പല സമയങ്ങളിപ്പോൾ കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള BLM ഉണ്ട്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭം, ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തെ തുടർന്ന്. പക്ഷേ അതെല്ലാം ചില സിറ്റികൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു വെൽ കോർഡിനേറ്റഡ് ആണ്. ഇതൊരു ലൂസ് ഓൺലൈൻ കോർഡിനേഷൻ ആണെങ്കിലും ഈ പരിപാടികൾ വെൽ കോർഡിനേറ്റഡ് ആണ് ആൻഡ് നോൺ വയലൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എവിടെയും സംഘർഷങ്ങളൊന്നുമില്ല, നോൺ വയലൻ്റ് ആയിരിക്കണം. നാഷണൽ ഗാർഡിനെ വരെ ഇറക്കിയിട്ട് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ട്രംപ് പരിപാടി ഇട്ടിരുന്നെങ്കിലും ഒരു നിലക്കുള്ള വയലൻസിലേക്കും പോകരുത് എന്ന കർശനമായിട്ടുള്ള തീർപ്പ് സംഘാടകർക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നോൺ വയലൻ്റ് ആയിട്ടാണ് നടന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം 8 മില്യൺ മനുഷ്യർ, 80 ലക്ഷം മനുഷ്യർ അമേരിക്കയിൽ തെരുവിലേക്ക് ഇറങ്ങുക, ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഡെമോക്രസികളിലൊന്നാണ്. ലോകത്തിന് മൊത്തം ഡെമോക്രസി പഠിപ്പിച്ച നാടാണ്. പക്ഷേ അത് ഒരു ഓട്ടോക്രസിയിലേക്ക് പോകുന്നു എന്ന വിമർശനം വലിയ തോതിലുണ്ട്. ഏറ്റവും പല ഘടകങ്ങളുണ്ട്. ഒന്ന്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഈ പറയുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം രാവിലെ തോന്നുന്ന കാര്യം വൈകുന്നേരം എക്സിക്യൂട്ടീവ് ഓർഡറാക്കി ഇറക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സെനറ്റിനോ കോൺഗ്രസിനോ ഒന്നും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാതെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഷട്ട് ഡൗൺ നടക്കുകയുണ്ട്. അതുകൂടെ മനസ്സിലാക്കുന്നു. 20ാമത്തെ ദിവസമാണിന്ന്. അമേരിക്കയിലെ വെബ്സൈറ്റുകളൊക്കെ അതിൻ്റെ തുറന്നു നോക്കിയാൽ കാണാം, മേലെ തന്നെ അതിൻ്റെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. 20 days 6 hours 43 minutes 5 seconds എന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ നടക്കുന്നു. പിന്നെ ICE, നമ്മുടെ നാട്ടിലെ ED പോലെയാണ് അവിടെ ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏജൻസി, ഫെഡറൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അവർ എവിടെയും കടന്നു ചെന്ന് ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എന്ന പേര് പറഞ്ഞ് അവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പൊക്കിയെടുത്ത് തൂക്കിക്കൊണ്ടുപോകുന്ന പരിപാടി വ്യാപകമായിട്ട് നടക്കുകയാണ്. അതിനെതിരായുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധക്കാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഫെഡറൽ ഏജൻസികളുടെ കടന്നുകയറ്റവും ഈ അതിക്രമങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പം അമേരിക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതിൻ്റെ ഫെഡറൽ നാച്ചറാണ്.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സുകൾക്ക് അമേരിക്ക എന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്സുകളുടെ ഒരു യൂണിയൻ എന്നുള്ള നിലക്ക് തന്നെയാണ്. കാരണം സ്റ്റേറ്റ്സ് അത് വലിയ തോതിൽ ഓട്ടോണമിയുണ്ട്. ഈവൻ ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമങ്ങൾ വരെയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഇന്ത്യൻ കോൺടെക്സ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. യൂണിയൻ എന്താണ്, രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാജ്യം ശക്തിപ്പെടണമെങ്കിൽ ഇത് ഒരൊറ്റ യൂണിറ്റ് ആകണം എന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ ഈ ദേശീയവാദികൾ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രബലമായ ഏറ്റവും ശക്തിയുള്ള രാജ്യമായുള്ള അമേരിക്കയിൽ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമമല്ല. നമുക്ക് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം, അതാണ് ദേശീയ ഐക്യത്തിന് വേണ്ടതെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രസംഗിക്കാറുണ്ട്. അവിടെ ഓരോ ക്രിമിനൽ ലോസ് വരെ വ്യത്യാസമുണ്ട് ഓരോ സ്റ്റേറ്റുകൾക്കനുസരിച്ച്. അപ്പോൾ സ്റ്റേറ്റ് ഓട്ടോണമി എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെയും അവരുടെ സ്വയം ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ പരമാവധിയിലാണ്. അപ്പോൾ അതിനെയും ബ്രീച്ച് ചെയ്യുന്നു ഇങ്ങേരുടെ പല പരിപാടികളും. ഫെഡറൽ ഏജൻസികളെ അയച്ചുകൊണ്ട്, ICA അയച്ചുകൊണ്ട്, അതേപോലെ മിലിറ്ററി അയച്ചുകൊണ്ട് സ്റ്റേറ്റ് ഓട്ടോണമി ബ്രീച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്ത് ഇദ്ദേഹം ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ, നീക്കങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള ഡിസ്റപ്ഷൻ. ഇതൊരു സ്റ്റേബിൾ എക്കണോമി അല്ല നമ്മുടേത്. അമേരിക്കൻ എക്കണോമി വൻ തകർച്ചയിലേക്ക് പോകുകയാണെന്ന് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇത് ഒരു സ്റ്റേബിൾ എക്കണോമി അല്ല. എക്കണോമിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അതിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നൊരു ഫീല്, ഒരു പെർസെപ്ഷനെങ്കിലും ഉണ്ടാകണം. അപ്പം നമ്മുടേതൊരു ഡിസ്റപ്റ്റഡ് എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരം പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നിട്ട് ആളുകൾക്കിടയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ ബഹിസ്ഫുരണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പറയുന്ന രണ്ടാം നോ കിങ്സ് പ്രൊട്ടസ്റ്റിനെ കാണേണ്ടത്. അതിന് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇമ്പാക്റ്റ് ദാറ്റ് എന്താണ് ഓൾറെഡി ഡൺ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സൊസൈറ്റി. ഇപ്പോൾ നോക്കൂ, ഡെമോക്രാറ്റുകൾ ഭരിക്കുന്നു, റിപ്പബ്ലിക്കൻസ് ഭരിക്കുന്നത്. അമേരിക്കയിൽ പലപ്പോഴും മാറി മാറി വരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആസ് എ സൊസൈറ്റി അതൊരു യൂണിഫൈഡ് സൊസൈറ്റി ആയിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ, അതിഭയങ്കരമായുള്ള സാമൂഹികമായുള്ള ധ്രുവീകരണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒബാമ ഭരിക്കുന്നു, അല്ലെ ബൈഡൻ ഭരിക്കുന്നു, അല്ലെ വേറെ ജോർജ് ബുഷ് ഭരിക്കുന്നു, ഇതൊന്നും സമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു ഡിവിഷനോ പോളറൈസേഷനോ ഉണ്ടാക്കിയിരുന്നില്ല. ആസ് എ സൊസൈറ്റി അതൊരു യൂണിഫൈഡ് സൊസൈറ്റി ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിവിഷൻ വിതിൻ ദ അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഗതി ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് അമേരിക്ക അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് പല ആളുകളും എന്താണ്, അമേരിക്ക ഈസ് ഹെഡിങ് ടുവാർഡ്സ് എ സിവിൽ വാർ എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു എക്സാജറേറ്റഡ്, അതിശയോക്തിപരമായുള്ളൊരു നിരീക്ഷണമായിരിക്കും. ഒരു സിവിൽ വാറിൽ, നേരത്തെ അമേരിക്ക സിവിൽ വാർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സിവിൽ വാറിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിവിൽ അൺറസ്റ്റിലേക്ക് അമേരിക്ക പോവുകയാണ്. ഇതാണ് ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അതാണ്. അത് നമ്മളെ നാടുമായിട്ടും കമ്പയർ ചെയ്യുക. അത് ഒരു ഭയങ്കര ഒരു പാരഡോക്സാണ്. അത് ഒരു പവർഫുൾ ലീഡർ ഉണ്ടായിരിക്കണം. പവർഫുൾ ലീഡർ ഉണ്ടാകുമ്പോഴാണ് യൂണിറ്റി ഉണ്ടാകുക എന്നുള്ള ഒരു സാധാരണ പറഞ്ഞു പോക്ക്. പക്ഷെ പവർഫുൾ ലീഡേഴ്സ് ഡിസ്യൂണിറ്റിയാണ് ഉണ്ടാക്കുന്നത്. യൂണിറ്റി എന്ന പേരിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഡിസ്യൂണിറ്റിയാണ്, ഡിവിഷനാണ്, പോളറൈസേഷനാണ്. അത് നമ്മൾ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കിയാൽ, ഇന്ത്യയിൽ എന്താണ്, എത്ര ഇഞ്ചാണ്? 56 ഇഞ്ചുള്ള ഒരു പവർഫുൾ ലോഹ് പുരുഷാണ് നമ്മൾ ഭരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആഖ്യാനം തന്നെ ഇതായിരുന്നല്ലോ, 56 ഇഞ്ചുള്ള ആൾ, അയൺ മാൻ, ലോഹ് പുരുഷ്. അപ്പോൾ ഒരു സ്ട്രോങ് മാൻ വേണം, സ്ട്രോങ് മാൻ റെജീം എന്നുള്ളതാണ്. വിശ്വഗുരു വേറെ ഇതാണ്, അത് ഇന്ത്യക്കാർക്കുള്ളതല്ല, പുറത്തേക്കുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രോങ് മാൻ വന്നാൽ രാജ്യം ശക്തിപ്പെടുകയാണ് ചെയ്യുക, ദുർബലപ്പെടുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോങ് മാൻ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? സ്ട്രോങ് മാൻ ഡിഫറെൻറ്റ് വോയിസസ്, മറ്റ് ശബ്ദങ്ങൾ എല്ലാറ്റിനെയും ഇല്ലാതാക്കി ഇതൊരു സ്ട്രോങ് സൊസൈറ്റി ആക്കി, ഇതൊരു സ്ട്രോങ് കരുത്തുള്ള രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആക്ച്വലി അതാത് സമൂഹങ്ങളെ, അതാത് രാജ്യങ്ങളെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ നടന്നപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം എന്താണെന്നറിയോ? ട്രംപ് ഒഫീഷ്യൽ അതിൻ്റെ വാഗൊണ്ടൊന്നും അത് പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു AI വീഡിയോ ഇടുകയാണ് ചെയ്തത്, ഒരു വിമാനം. ആ വിമാനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? കിങ് ട്രംപ് എന്നാണ്. കിങ് ട്രംപ് എന്ന് എഴുതിയ വിമാനത്തിൽ പുള്ളി പോകുന്ന വീഡിയോ ആണ്. നോ കിങ്സ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് പുള്ളിയും ഒരു AI വീഡിയോ ഇറക്കി. നല്ല രസമാണ്. ട്രംപ് ഒരു കിരീടം, രാജാക്കന്മാരുടെ കിരീടം തലയിൽ ചൂടുന്നു, ഒരു വാൾ ഊരിയെടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു.
ഈ ഡെമോക്രാറ്റ് ലീഡേഴ്സൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് കൈകൂപ്പി നിലത്തിരിക്കുകയാണ്. പ്രസിഡൻറ്റും രാജ്യത്ത് 70 ലക്ഷം മനുഷ്യർ തെരുവിലിറങ്ങിയ ഒരു പ്രൊട്ടസ്റ്റിനോട് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും പ്രതികരണമാണ്. വൈറ്റ് ഹൗസിൻ്റെ വക്താവ്, ഒഫീഷ്യൽ സ്പോക്സ്മാൻ, അദ്ദേഹം ഉപയോഗിച്ച ഒറ്റ വാക്കാണത്, ഹൂ കേസ് എന്നുള്ള വാക്കാണ്. അതുമാത്രമാണ് പുള്ളിയുടെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിവിൽ അൺട്രസ്റ്റ്, നോക്കൂ, ഒരു സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാകും. ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്താണ്? പരസ്പരം സംസാരിക്കുക, ആളുകൾ നെഗോഷിയേറ്റ് ചെയ്യുക, ചർച്ച ചെയ്യുക, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതല്ല, ഈ ഡിവിഷനെ മൂർച്ഛിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ഈ പറയുന്ന ഈ ഡിവിഷനും അൺട്രസ്റ്റും കൂടുതൽ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കാണേണ്ടത്. എഗൈൻ നമ്മൾ കാണേണ്ടത് അടുത്ത വർഷം നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിലിതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതും കാണണം. നിഷാദ്, ട്രംപ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ അദ്ദേഹം ആദ്യം പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പം പുറത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതും അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, പട്ടാളത്തെ അല്ലെങ്കിൽ സൈന്യത്തെ പിൻവലിക്കുന്നതൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം വരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി ആളുകൾക്ക് മനസ്സിലായി എന്നാണ്. അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ബെനിഫിഷ്യറി അവിടുത്തെ ആളുകളായി മാറുകയും ചെയ്യണമല്ലോ. അപ്പോഴല്ലേ ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യവും അതിൻ്റെ ഗുണഫലവും ജനങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് തൃപ്തരായിട്ട് മാറുക. ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്കക്കാർ ട്രംപിൻ്റെ ഭരണത്തിൻ്റെ ഗുണഭോക്താക്കളല്ല എന്ന പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ മുതൽ തന്നെ ട്രംപിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായി വരുന്നത്. നോക്കൂ, 100 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിപ്പുണ്ടാവുന്ന, ജനപ്രീതിയിൽ ഡിപ്പുണ്ടാവുന്ന പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൻ്റെ മികവുകൊണ്ടാണല്ലോ. ഈ സമരത്തിൻ്റെ പ്രത്യേകത നോക്കൂ. ഈ സമരം ഒരർത്ഥത്തിൽ നിങ്ങളുടെ ഭരണ നയങ്ങൾ, ഞങ്ങളുടെ ജോലി പോകുന്നു, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിന് എന്നല്ല ഡയറക്റ്റായിട്ടുള്ള മുദ്രാവാക്യം. അത് എത്രയോ കാലങ്ങളായി അമേരിക്ക ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ആശയം, ജനാധിപത്യ ആശയത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ടുള്ള സ്ഥലമായിരുന്നു അമേരിക്ക. അതിൻ്റെ പാരമ്പര്യത്തെ നിങ്ങൾ തകർക്കുകയാണ്. എന്നിട്ട് ജനാധിപത്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ, ഒരു കിങ്ഡത്തിൻ്റെ, ഒരു ചക്രവർത്തിയുടെ രൂപത്തിൽ പെരുമാറുന്നു. അതല്ല അമേരിക്ക കൊണ്ടു നടക്കുന്ന പാരമ്പര്യം. ആ പാരമ്പര്യത്തെ തകർക്കുന്നതിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ നിങ്ങൾ ആക്രമിക്കുകയാണ്, നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ്, കോടതികളെ ആക്രമിക്കുകയാണ്. അത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ തകർത്ത് നിങ്ങൾ ഒരു സ്വയം അധികാരിയായി നിൽക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യം എന്ന ആശയത്തിനെതിരാണ്. അപ്പോൾ അമേരിക്കയെക്കുറിച്ച് ലോകത്തെമ്പാടും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? അമേരിക്ക ലോകത്തെല്ലായിടത്തും ജനാധിപത്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റുള്ള സ്ഥലത്ത് ജനാധിപത്യ വിപ്ലവങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ഭരണാധികാരികളെ കൊന്ന ഓടയിൽ തള്ളിക്കൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ജനാധിപത്യ വാചാടോപം കേവലമായ വാചാടോപമാണെന്നും അതിൽ ആത്മാർത്ഥതയില്ലെന്നും അതൊരു ചക്രവർത്തിയെ പോലെ പെരുമാറുകയാണെന്നും അതിൻ്റെ ഭരണകൂടങ്ങളുടെ സ്ഥാപിത താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന് അവിടുത്തെ മനുഷ്യന്മാർ തിരിച്ചറിയുകയും അതിനകത്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. സാധാരണ നിലയ്ക്ക് നമ്മളെപ്പോൾ രാജ്യങ്ങൾക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത ഒന്നാണ്. എന്താണ്? നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുകയും ജനാധിപത്യത്തെ വലിഞ്ഞു മുറുക്കിക്കൊണ്ട് നമ്മൾ വലിയൊരു പവർ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യം എന്ന ആശയം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ജനങ്ങൾ കൺസേൺ ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ നോക്കുക, 50 സംസ്ഥാനങ്ങളിൽ 12,600 കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് ഒരേ സ്വഭാവത്തിലുള്ള ഈ പ്രൊട്ടസ്റ്റ്. അവിടെയെല്ലാം വലിയ ആസൂത്രണമോ ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടൊന്നുമല്ല ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജനങ്ങൾ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ രാജ്യം എങ്ങനെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്, ആ ഐഡിയയിൽ നിന്ന് വ്യതിചലിക്കുന്നതിനെക്കുറിച്ച് പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യർ, അതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാർ, ചെറുപ്പക്കാരടക്കം ഇറങ്ങി വരികയാണ്. നിങ്ങൾ നശിപ്പിക്കുകയാണ്. അങ്ങനെ വിചാരിക്കാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങനല്ല, അമേരിക്ക ലോകത്തിന് മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്, അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ട്രംപ് വന്നിട്ട് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഏറ്റവും അവസാനം കാണുന്നതല്ല ഈ ഷട്ട് ഡൗണിന് കാരണം എന്താണ്? ട്രംപിൻ്റെ ചില ബലംപിടുത്തമാണ്. ബലംപിടുത്തം കൊണ്ട് എന്താണ്? ഈ ധനബില്ല് പാസ്സാവുന്നില്ല. ധനബില്ല് പാസ്സാകാതാവുമ്പോൾ ചിലവാക്കാൻ പൈസയില്ല. ചിലവാക്കാൻ പൈസ ഇല്ലാതാവുമ്പോൾ അത്ര അവശ്യ സർവീസ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും കട്ട് ചെയ്യുകയാണ്. അതിനെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാണ്? കേവലമായ ഫണ്ട് ഫ്ലോ പ്രശ്നം മാത്രമല്ല, ആളുകൾക്ക് നിർബന്ധിത അവധി എടുക്കേണ്ടി വരുന്നു, വലിയ തോതിൽ ലേ ഓഫ് ഉണ്ടാകുന്നു. ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഈ ഷട്ട് ഡൗണിൽ എത്ര മനുഷ്യരെ, 3.5 ലക്ഷത്തോളം ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അമേരിക്ക. ആളുകൾക്ക് വലിയ തോതിൽ പണി പോകുന്നുള്ള ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഒരു ഏർപ്പാട് കൊണ്ടുവന്നല്ലോ, ഭരണ നൈപുണ്യ വികസന വകുപ്പ്, മസ്കുവാടി തന്നു, ഡോജ് എന്ന് പറയുന്ന വകുപ്പ് കൊണ്ടുവന്നു. ആ വകുപ്പ് ചെയ്തത് എന്താണ്? ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതാണ് ആദ്യത്തെ 100 ദിവസം ട്രംപിൻ്റെ ജനപ്രീതി ഇടിയുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചത്. ട്രംപ് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുന്നു, UN എന്ന് പറഞ്ഞ ഏർപ്പാടെ വേണ്ട എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്നാൽ US സൈഡിൽ നിന്ന് പിന്മാറുന്നു. US സൈഡിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കുന്ന നഷ്ടം, അതിനെക്കുറിച്ചൊരു പഠനം വരുന്നുണ്ട്. അതാണ് 1.5 കോടിയോളം മനുഷ്യരുടെ മരണത്തിന് കാരണമാകും ഈ സ്വീകരിക്കുന്ന സമീപനം എന്നാണ്. എന്ന് വെച്ചാൽ ഈ സുഡാനിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലും ഒക്കെയുള്ള വാക്സിനേഷൻ പ്രോജക്റ്റിനെയൊക്കെയാണ് ഇത് തടസ്സപ്പെടുത്തുക.
ഇതൊക്കെ ചെയ്തിട്ടാണ് പുള്ളി സമാധാനത്തിലുള്ള നൊബേൽ ആഗ്രഹിക്കുന്നത് ഓർക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുക, പ്രധാനപ്പെട്ട സാമ്പത്തിക കരാറിൽ നിന്ന് പിന്മാറുക, വ്യാപാര കരാറുകളെ പിടിച്ചൊലയ്ക്കുക. വ്യാപാര കരാറിനെ പിടിച്ചൊലയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ തീരുവ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സപ്ലൈ ചെയിനിനെ ആകെ അത് ബാധിക്കുകയാണ്. അത് ബാധിക്കുന്നതിൻ്റെ ആദ്യത്തെ ഇമ്പാക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ജനങ്ങളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പലതും വാങ്ങിക്കേണ്ടി വന്നത്. അവിടുത്തെ സമ്പത്തുകൾ മൊത്തം താറുമാറായി. ഒരു കുടിയേറ്റ നയത്തിൽ വലിയ മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? അവിടുത്തെ ലേബർ ഫോഴ്സിനെ പോലും അത് ബാധിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവരുന്ന നയപരിപാടികൾ എങ്ങനെയാണ് ലോകത്തിനുള്ളിൽ അമേരിക്കയുടെ ഇമേജിനെ പോട്ടെ, അമേരിക്കക്കകത്ത് പോലും വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കുകയും അവിടുത്തെ കച്ചവട മേഖലയും സാധാരണക്കാരായ മനുഷ്യന്മാരെയും സർക്കാർ ജീവനക്കാരെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണണം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ട്രംപ് അമേരിക്കയെ ഗ്രേറ്റ് അഗെയിൻ ആക്കുകയാണെന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും പറഞ്ഞു നടക്കുന്നതല്ലാതെ സാധാരണ ജനങ്ങൾക്ക് സത്യത്തിൽ അതിൻ്റെ ഗുണഫലമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവർ ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ദിവസമായി പറഞ്ഞ പോലെ ഈ പറഞ്ഞ അതിദേശീയതയും നമ്മുടെ രാജ്യം വിശ്വഗുരുവാകണം എന്ന സ്ലോഗൻസ് ഒക്കെ കേൾക്കാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ നമ്മുടെ രാജ്യം വിശ്വഗുരുവാകുന്നു, നമ്മുടെ രാജ്യം സാമ്പത്തികമായി ഇത്ര ട്രില്യൺ എക്കണോമിയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വലിയ പോസ്റ്റർ അടിക്കുമ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടുന്നുണ്ടോ? സത്യത്തിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പുറത്തുള്ള പെർസെപ്ഷൻ എന്താണ്? നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ വലിയ കേന്ദ്രമായി നിൽക്കുന്നുണ്ടോ? അതോ മൈനോറിറ്റി പെർസിക്യൂഷൻ ഇവിടെ അനുഭവിക്കുന്നുണ്ടോ? സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത നിലവാരം മാറിയിട്ടുണ്ടോ? എന്താണ് എന്നുള്ള സംഗതിയുണ്ട്. അതാണ് പുറത്തുള്ള പെർസെപ്ഷൻ എന്താണ്, അകത്തുള്ള മനുഷ്യർക്കുള്ള ഗുണം എന്താണ് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ചോദ്യത്തെ അമേരിക്കർ വളരെ സീരിയസ് ആയി എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ട കാര്യം. അമേരിക്ക ഒരു സാമ്രാജ്യത്വ ശക്തിയാണെന്നും ലോകത്തെ പല ദുർബല രാജ്യങ്ങൾക്ക് മേലും ആക്രമണം നടത്തുന്ന രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ മനുഷ്യർ ജനാധിപത്യ ബോധ്യമുള്ളവരുണ്ട്. അമേരിക്ക നടത്തുന്ന എല്ലാ ഇൻവേഷൻസിനെതിരെ നമ്മൾ അതിനകത്ത് സമരം കണ്ടിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങൾക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്ന്. അപ്പോൾ ഇത് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ വലിയ സൂപ്പർ പവർ അവകാശപ്പെടുമ്പോഴും അദ്ദേഹം കൂടുതൽ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചന തരുന്ന ഒന്നാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ നൊബേൽ എനിക്ക് വേണമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. അദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ നൊബേൽ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന് പ്രധാന കാരണം എന്താണ്? അമേരിക്കയിലെ മനുഷ്യന്മാർ പറഞ്ഞു ഇദ്ദേഹം ഒന്നിനും അർഹനല്ല എന്നാണ്. സമാധാന നൊബേൽ ട്രംപിന് കിട്ടുമോ എന്നുള്ള ഒരു സർവേ നടക്കുമ്പോൾ അതിൽ 70% ആൾക്കാർ ഇതിന് കിട്ടാൻ പോകുന്നില്ല എന്നാണ് ആദ്യം സർവേയിൽ അഭിപ്രായപ്പെട്ടത്. കാരണം എന്താണ്? അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം അയാൾ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളല്ല, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ എത്രയോ ശീതയുദ്ധകാലത്തുണ്ടായിരുന്ന ഒരു ട്രീറ്റിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് റഷ്യയുമായിട്ടുള്ളത്, ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇങ്ങനെ എല്ലാ ട്രീറ്റുകളിൽ നിന്ന് പിൻവാങ്ങുക, ലോകത്തെല്ലായിടത്തും മനുഷ്യർക്ക് അസമാധാനം ഉണ്ടാക്കുന്ന പണികളെടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് ആഭ്യന്തരമായും അന്തർദേശീയമായെല്ലാം അമേരിക്കയെ തകർക്കുന്ന ഒന്നാണെന്ന്, അമേരിക്കയുടെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ കുത്തിച്ചോർത്തുകയാണെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യർ തെരുവിലിറങ്ങാണ്. ലോകത്തെമ്പാടും നമ്മൾ അത്തരം പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട്. അമേരിക്ക അതിൽ നിന്ന് വിഭിന്നമായ ഒരു രാജ്യമൊന്നുമല്ല. ഭരിക്കുമ്പോൾ പോലും ഭയങ്കരമായ കടഭാരം അനുഭവിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കില്ല അമേരിക്ക ഒരു ഭയങ്കര സുഖടിതമായ രാജ്യമാണ്, അവിടെ കടത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നത്. അമേരിക്കയുടെ ടോട്ടൽ മിലിറ്ററി എക്സ്പെൻസിനേക്കാൾ കൂടുതൽ കടം അമേരിക്ക 37 ട്രില്യൺ കടം അമേരിക്ക കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാരം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഷട്ട് ഡൗൺ വരുന്നത്. ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെല്ലാവരും സമ്പന്നരായി സന്തോഷിക്കുന്ന ഒരു രാജ്യമല്ല. സോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഈ പറയുന്ന അതിദേശീയതാ വികാരം, പുറത്ത് യുദ്ധങ്ങൾ നടത്തുന്ന സൂപ്പർ പവർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്താ പറയുക ഭയങ്കര ഒരു സംഗതിയായിട്ട് ചമയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അമേരിക്കയിലെ ഈ പ്രൊട്ടസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് അവിടെ മഡഗാസ്കറിലാണ്, പിന്നെ ബംഗ്ലാദേശിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു. അപ്പോൾ ഇതൊന്നും ഈ തേർഡ് വേൾഡ് കൺട്രീസ് മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല, എല്ലായിടത്തും ഇത് സംഭവിക്കും. കടഭാരമായാലും കൊള്ളാം, ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ആയാലും എല്ലാം അമേരിക്കയിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയുന്നതല്ല. അമേരിക്കയിൽ ട്രംപ് വലിയൊരാളല്ല എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. യെസ്, ഏതായാലും അവിടെ നിന്ന് ഇനിയും വാർത്തകൾ വരാനിരിക്കുന്നു. ട്രംപിനെതിരെ എന്തൊക്കെ നീക്കങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളത്.